മൂന്നാം മോദി സർക്കാരിൽ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ മന്ത്രിയായതോടെ ബി.ജെ.പി. ഇനി ആര് നയിക്കുമെന്നാണ് ഉയരുന്ന ചോദ്യം. ഈ ചോദ്യം ഉയരാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. നാഗ്പൂരിലും ഡൽഹിയിലും പുതിയ അധ്യക്ഷനായുള്ള തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പാർട്ടിയെ നയിക്കാനെത്തുന്ന ആളെ പ്രഖ്യാപിക്കാൻ ഇനിയും വൈകിക്കൂടെന്ന കർശന നിലപാടിലാണ് RSS. 400 സീറ്റ് ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയ ബി.ജെ.പിക്ക് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയുടെ തേരോട്ടത്തിൽ കാലിടറുന്ന കാഴ്ചയാണ് കണ്ടത്. ബി.ജെ.പിയുടെ വോട്ട് ശതമാനത്തിൽ ദേശീയ തലത്തിൽ തന്നെ വലിയ ഇടിവുണ്ടായി. 2019 37.3% വോട്ട് ലഭിച്ചവർ 2024 36.6% ചുരുങ്ങി. പാർട്ടിയുടെ സീറ്റ് നിലയിലും വലിയ ഇടിവുണ്ടായി. 63 സീറ്റ് കുറഞ്ഞ ബി.ജെ.പി. 303 നിന്ന് 240 കൂപ്പുകുത്തി. ഇതോടെ കേവല ഭൂരിപക്ഷമെന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ പോലും ബി.ജെ.പിക്ക് കഴിയാതെ വന്നു. അതേസമയം കോൺഗ്രസിൻ്റെ വോട്ട് പങ്കാളിത്തം 19.5% നിന്ന് 21.2% വർദ്ധിച്ചു. കോൺഗ്രസിൻ്റെ സീറ്റ് നിലയും 52 നിന്ന് 99 കൂടുകയും ചെയ്തു. വോട്ട് പങ്കാളിത്തത്തിലെ കുറവും ലക്ഷ്യമിട്ട സീറ്റുകളിലേക്ക് എത്താനാകാത്തതും RSSൽ നിന്നടക്കം പാർട്ടിക്ക് സമ്മർദ്ദമുണ്ടാക്കുന്നുണ്ട്. 2020 മുതൽ ബി.ജെ.പിയെ നയിച്ചിരുന്ന ജെ.പി. നദ്ദയും കടുത്ത വിമർശനങ്ങൾക്ക് വിധേയനാകുന്നുണ്ട്. ഒന്നാം മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായിരുന്ന നദ്ദ മൂന്നാം മോദി മന്ത്രിസഭയിലേക്ക് മടങ്ങി വരുമ്പോൾ ബി.ജെ.പി. പുതിയ അധ്യക്ഷന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഒരാൾക്ക് ഒരു പദവി മാത്രമെന്ന തത്വം ബി.ജെ.പി. പിന്തുടരുന്നതിനാൽ നദ്ദയ്ക്ക് അധ്യക്ഷ പദവിയിൽ തുടരാനാവില്ല. ആരാകും ബി.ജെ.പി. അധ്യക്ഷനാവുക എന്ന ചോദ്യമാണ് ഇപ്പോൾ എല്ലായിടത്തും ഉയരുന്നത്. മനോഹർ ലാൽ ഖട്ടാർ, ശിവരാജ് സിംഗ് ചൗഹാൻ, അനുരാഗ് താക്കൂർ, BL സന്തോഷ് തുടങ്ങിയവരുടെ പേരുകളാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ ഇതിൽ 2 പേരുകാർ മന്ത്രിസഭയിൽ ഇടം കണ്ടെത്തി. അതോടെ അനുരാഗ് താക്കൂർ, തരുൺ ചൗഗ്, സുനിൽ ബൻസാൽ, ദേവേന്ദ്ര ഫട്നാവിസ് എന്നിവരുടെ പേരുകൾ പ്രചരിക്കാൻ തുടങ്ങി. മഹാരാഷ്ട്രയിൽ നിന്നുള്ള മറ്റൊരു നേതാവ് വിനോദ് താവ്ഡെയുടെ പേരാണ് പ്രചരിക്കുന്ന മറ്റൊന്ന്. സംസ്ഥാന മന്ത്രി കൂടിയാണ് താവ്ഡെ. നിലവിൽ ബീഹാറിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നിരവധി സുപ്രധാന ചുമതലകൾ വഹിച്ചിരുന്നു. ABVPയിലൂടെ രാഷ്ട്രീയത്തിലേക്ക് എത്തിയ അദ്ദേഹം മൃദുഭാഷിയും മികച്ച നേതാവുമാണ്. താവ്ഡെയെ കൂടാതെ അമിത്ഷായുടെ വിശ്വസ്തനായ സുനിൽ ബൻസാലിനും സാധ്യത കൽപ്പിക്കുന്നുണ്ട്. അതേസമയം പശ്ചിമ ബംഗാളിൻ്റെ ചുമതലയുണ്ടായിരുന്ന ബൻസാലിൻ്റെ കാര്യം അനിശ്ചിതത്വത്തിലാണ്. ബംഗാളിൽ ബി.ജെ.പിയുടെ മോശം പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ സാധ്യത കുറയ്ക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 18 നിന്ന് 12 കുറഞ്ഞിരുന്നു. മന്ത്രിസഭയിൽ ഉൾപ്പെടാതെ പോയ അനുരാഗ് താക്കൂറിനും സാധ്യത പറയപ്പെടുന്നു. ഹിമാചൽ പ്രദേശിലെ ഹമീർപൂരിൽ നിന്ന് 5ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയായിരുന്നു. നേരത്തെ ബി.ജെ.പിയുടെ യുവജന വിഭാഗം അധ്യക്ഷ സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തി കൂടിയാണ് താക്കൂർ. താക്കൂറിനെ പാർട്ടിയുടെ ഉന്നത ചുമതലയിലേക്ക് നിയോഗിച്ചാൽ ഈ സ്ഥാനം 2ാം വട്ടവും ഹിമാചലിൽ നിന്നുള്ള നേതാവിലേക്ക് എത്തും. താക്കൂർ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ മക്കൾ രാഷ്ട്രീയത്തിലൂടെ എത്തുന്ന പാർട്ടിയുടെ ആദ്യ അധ്യക്ഷൻ കൂടിയാകും. അതിനിടെ താവ്ഡെയ്ക്ക് ഉന്നത ചുമതല ലഭിക്കുമെന്നൊരു സൂചന ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രകാന്ത് പാട്ടീൽ നേരത്തെ നൽകിയിരുന്നു. 2014 ബി.ജെ.പി. ശിവസേന സഖ്യ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വിനോദ് താവ്ഡെ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയെ അവരോധിക്കപ്പെട്ടു. മുംബൈയിലെ ബോറിവലി നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള സാമാജികനാണ്. ഇക്കൊല്ലം നടക്കാനിരിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് താവ്ഡെയ്ക്ക് ഇങ്ങനെയൊരു സ്ഥാനലബ്ധി ഉണ്ടായാൽ അതൊരു കൃത്യമായ സന്ദേശം കൂടിയാണ്. രാജസ്ഥാനിൽ നിന്നുള്ള ഓം പദൂറിനെയും പരിഗണിക്കുന്നുണ്ടെന്നാണ് മറ്റൊരു സൂചന. ഇദ്ദേഹം മോദിയുടെ അടുത്ത ആളാണ്. മുൻ RSS പ്രചാരകൻ കൂടിയാണ്. ഏതായാലും ആരാകും ഭരണസഖ്യത്തിലെ പ്രധാന കക്ഷിയുടെ അധ്യക്ഷനാവുക എന്നറിയാൻ ഇനിയും അധികനാൾ കാത്തിരിക്കേണ്ടി വരില്ലെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ.